സാമ്പത്തിക ഇടപാടുകൾ നടത്തുമ്പോൾ പാൻ കാർഡ് വളരെ പ്രധാനപ്പെട്ട രേഖയാണ്. ബാങ്ക് അക്കൗണ്ട് ആരംഭിക്കാൻ മുതൽ മറ്റ് പല സാമ്പത്തിക ഇടപാടുകൾക്കും പാൻ കാർഡ് നിർബന്ധമാണ്. നിങ്ങളുടെ ഈ പാൻ കാർഡ് ഇതുവരെ ആധാർ കാർഡുമായി ബന്ധിപ്പിച്ചിട്ടില്ല എങ്കിൽ 2026 ജനുവരി 1 മുതൽ പാൻ പ്രവർത്തനരഹിതമാകും. അതോടെ ബാങ്കിംഗ് ഇടപാടുകൾ ഉൾപ്പെടെയുള്ള സാമ്പത്തിക കാര്യങ്ങളെ പ്രതികൂലമായി ബാധിക്കും. പാൻ കാർഡ് ആധാറുമായി ബന്ധിപ്പിക്കാത്ത വ്യക്തികൾക്ക് 1000 രൂപ വരെ പിഴ നൽകേണ്ടി വരും. മാത്രമല്ല, പാൻ ആധാറുമായി ബന്ധിപ്പിക്കാതിരുന്നാൽ നിരവധി അനന്തരഫലങ്ങളുമുണ്ട്. ആദായനികുതി റിട്ടേൺ ഫയൽ ചെയ്യാൻ സാധിക്കില്ല. ഉയർന്ന TDS, TCS അടയ്ക്കണം. TCS അല്ലെങ്കിൽ TDS സർട്ടിഫിക്കറ്റുകൾ ലഭ്യമാകില്ല. ബാങ്ക് അക്കൗണ്ടുകൾ തുറക്കുന്നതിലും ക്രെഡിറ്റ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡുകൾ എടുക്കുന്നതിലും പ്രശ്നങ്ങൾ നേരിടാം. 50,000 രൂപയിൽ കൂടുതൽ പണം നിക്ഷേപിക്കാൻ സാധിക്കില്ല. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് നിങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരിക. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പാൻ കാർഡ് ഇതുവരെ ആധാർ കാർഡുമായി ബന്ധിപ്പിച്ചിട്ടില്ല എങ്കിൽ അതിനുള്ള അവസാന അവസരമാണ് ഇത്. ഡിസംബർ 31-നകം നടപടികൾ പൂർത്തിയാക്കണമെന്നാണ് ആദായനികുതി വകുപ്പ് കർശന നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഡിസംബർ 31-നകം പാൻ ആധാറുമായി ബന്ധിപ്പിക്കാൻ പോകുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതാണ്. 1000 രൂപ ലേറ്റ് ഫീ, അതായത് പിഴ അടയ്ക്കണം. അതിനുശേഷം മാത്രമേ ഇനി പാൻ കാർഡ് ആധാറുമായി ബന്ധിപ്പിക്കാനാകൂ. പക്ഷേ ചിലർക്ക് ഇത് സൗജന്യമായും ചെയ്യാം. അത് ആർക്കൊക്കെയാണ് എന്ന് നോക്കാം. 2024 ഒക്ടോബർ 1 ശേഷം ആധാർ എൻറോൾമെന്റ് ID ഉപയോഗിച്ച് പാൻ കാർഡ് എടുത്തവർക്ക് 2025 ഡിസംബർ 31 വരെ സൗജന്യമായി പാൻ കാർഡ് ആധാറുമായി ബന്ധിപ്പിക്കാം. ഇവർക്ക് ലേറ്റ് ഫീ ബാധകമല്ല. ആദായനികുതി വകുപ്പിന്റെ ഔദ്യോഗിക പോർട്ടൽ വഴി ഓൺലൈനായി എളുപ്പത്തിൽ പാൻ ആധാർ ലിങ്കിങ് നടത്താം. വീട്ടിലിരുന്ന് എങ്ങനെയാണ് പാൻ ആധാറുമായി ലിങ്ക് ചെയ്യേണ്ടത് എന്നാണ് ഇനി പറയാൻ പോകുന്നത്. ആദായനികുതി വകുപ്പിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി വളരെ എളുപ്പത്തിൽ ഈ നടപടികൾ പൂർത്തിയാക്കാം. ആദായനികുതി വകുപ്പിന്റെ ഫയലിംഗ് പോർട്ടലായ incometax.gov.in എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. ഹോം പേജിൽ ഇടതുവശത്തായി കാണുന്ന ക്വിക്ക് ലിങ്ക്സ് എന്ന വിഭാഗത്തിൽ നിന്ന് താഴെ കാണുന്ന ലിങ്ക് ആധാർ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന പേജിൽ നിങ്ങളുടെ പാൻ നമ്പരും ആധാർ നമ്പരും നൽകി വാലിഡേറ്റ് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ നേരത്തെ പിഴ അടച്ചിട്ടില്ല എങ്കിൽ കണ്ടിന്യൂ ടു പേ ത്രൂ പേ ടാക്സ് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുത്ത് 1000 രൂപ പിഴ അടയ്ക്കേണ്ടി വരും. പേയ്മെന്റ് വിജയകരമായാൽ ആധാറിലുള്ള പേരും മൊബൈൽ നമ്പരും നൽകുക. തുടർന്ന് ലിങ്ക് ആധാർ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. മൊബൈലിൽ ലഭിക്കുന്ന OTP നൽകി വേരിഫിക്കേഷൻ പൂർത്തിയാകുന്നതോടെ അപേക്ഷ സമർപ്പിക്കപ്പെടും. ഇനി നിങ്ങൾ പാൻ കാർഡ് ഇതിനകം ആധാറുമായി ബന്ധിപ്പിച്ചിട്ടുണ്ടോ എന്നറിയാൻ താഴെ പറയുന്ന കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ഇൻകം ടാക്സിന്റെ ഈ വെബ്സൈറ്റിലെ തന്നെ ക്വിക്ക് ലിങ്ക്സിൽ തന്നെയുള്ള ലിങ്ക് ആധാർ സ്റ്റാറ്റസ് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. പാൻ ആധാർ നമ്പറുകൾ നൽകി വ്യൂ ലിങ്ക് ആധാർ സ്റ്റാറ്റസ് ക്ലിക്ക് ചെയ്യുക. ലിങ്ക് ചെയ്തിട്ടുണ്ട് എങ്കിൽ യുവർ പാൻ ഈസ് ഓൾറെഡി ലിങ്ക്ഡ് ടു ഗിവൻ ആധാർ എന്ന സന്ദേശം സ്ക്രീനിൽ തെളിയും. എങ്കിൽ പിന്നീട് നിങ്ങൾ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. സമയപരിധി കഴിഞ്ഞാൽ ആധാറുമായി ബന്ധിപ്പിച്ചില്ല എങ്കിൽ നിങ്ങളുടെ പാൻ കാർഡ് പ്രവർത്തനരഹിതമാകും എന്ന കാര്യം ഓർമ്മ വേണം. അതുകൊണ്ട് തന്നെ ഈ 2 ദിവസത്തിനകം എല്ലാവരും പാനും ആധാറും തമ്മിൽ ലിങ്ക് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്.